ാണ് ഇനി ആരാണോ അതായത് തൻ്റെ കർമ്മങ്ങളെല്ലാം ഭഗവാനെ അർപ്പിച്ച്, അതായത് അവരെന്താണോ ചെയ്യുന്നത് അത് ഭഗവാനിൽ അർപ്പിച്ച് ചെയ്തിട്ട് ഭഗവാനെ അർപ്പിച്ച് ചെയ്യുകയും എന്നിട്ട് എന്നാൽ അവർ സുഖത്തിലും ദുഃഖത്തിലും ഒരുപോലെ സമചിത്തരായിട്ടിരിക്കുകയും ചെയ്യുന്ന ഭക്തരും എനിക്ക് പ്രിയപ്പെട്ടവരാണ്. അപ്പോൾ ഭഗവാന്റെ അടുത്ത് അർജുൻ 2 ചോദ്യങ്ങൾ ചോദിച്ചതിനകത്ത് ഭഗവാൻ ഒരുപാട് തരത്തിലുള്ള, അതായത് നമ്മൾക്ക് അതിൽ നിന്ന് സെലക്ട് ചെയ്യാം ഏത് തരം ഭക്തിയോടുകൂടി വേണം നമ്മൾ ഭഗവാനെ ആരാധിക്കാൻ എന്ന് കണ്ണൻ തന്നെ അർജുൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പം കർമ്മങ്ങളെല്ലാം ഭഗവാനിൽ അർപ്പിക്കുന്ന ഭക്തനെയും കണ്ണന് പ്രിയനാവുന്നു. ഇനി കർമ്മങ്ങളൊന്നും, ഇപ്പം ഭഗവാൻ പറയാണ്, അർജുൻ ഇനി കർമ്മങ്ങളൊന്നും എന്നിൽ അർപ്പിക്കാൻ നിനക്ക് ശക്തിയില്ല എന്നുണ്ടെങ്കിൽ നീ മനസ്സും ബുദ്ധിയും എന്നിൽ ഊന്നി കൊണ്ട് നീ പ്രവർത്തിക്കുക, അപ്പോൾ നീ എന്നിൽ തന്നെ വസിക്കും. അതായത് കർമ്മങ്ങളൊന്നും നമുക്ക് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഭഗവാനിൽ അർപ്പിച്ച് ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല എങ്കിൽ നമ്മളുടെ കോൺസെൻട്രേഷൻ, അതായത് നമ്മുടെ ബുദ്ധിയും മനസ്സും ഭഗവാനിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ അത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നമ്മൾ എപ്പോഴും ഭഗവാനിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മുടെ മനസ്സും ബുദ്ധിയും